ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്, ഫെബ്രുവരി 5th. കഴിഞ്ഞ ഫെബ്രുവരി 5th നമ്മൾ എറണാകുളത്ത് തന്നെയായിരുന്നു എൻ്റെ ഹിസ്റ്ററക്ടമി ഡേ. അതുകൊണ്ട് അമ്മ അങ്ങോട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നാൽ ആദ്യം ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ അമ്മയുടെ കഴിഞ്ഞ മുമ്പിലത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് സുനിത എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. സുനിതയുടെ നിന്ന് ഓർഡർ ചെയ്ത കേക്ക് ഒരു 10 എത്തണം. അന്ന് നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ചോക്ലേറ്റ് ഗനാഷ് കേക്കൊക്കെ ഡിസൈൻ കൊടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. സുനിതയുടെ കേക്ക് ട്രിവാൻഡ്രത്തുള്ള നല്ലൊരു ഹോം ബേക്കറാണ് കേട്ടോ. സുനിതയുടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേക്ക് ചോക്ലേറ്റ് ഗനാഷ്. ഞാൻ അകത്ത് ഒരു നട്ട്സും പ്രലൈൻ നട്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പരിപാടി? അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഗൂഗിളും ടേർട്ടിൽ എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിൽ അമ്മയും കൊണ്ട് പോവുകയാണ്. കോവളത്തുള്ള റിസോർട്ടിലാണ് അമ്മയും കൊണ്ട് പോകുന്നത്. അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ വരുന്നുണ്ട്. ഒരു ജോദാനോടെ വാച്ചാണേ. ഞാൻ കവറിൽ നിന്ന് പുറത്തെടുക്കുന്നില്ല. ഇതാണ് വാച്ച്. എല്ലാ പ്രാവശ്യം ഞാൻ സാരിയല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം വിചാരിച്ചു സാരി വേണ്ട. സാരി ഞാൻ അന്ന് ഇപ്പം നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒരു 2 മാസം മുമ്പൊക്കെ സാരി കൊടുത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രാവശ്യവും സാരി കൊടുക്കണ്ട വിചാരിച്ചു. ഇതാണ് വാച്ച്. വാച്ചും ഉണ്ട്, പെർഫ്യൂം. ഇത്രയാണ്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് കാലുവേദന എന്ന് പറഞ്ഞാണ് ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് എനിക്ക് മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്കത് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. എനിക്ക് നല്ല ഈ ഫീറ്റ് നല്ല വേദനയാണ്. അപ്പോൾ അമ്മയ്ക്കും ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളതുകൊണ്ട് പാദം നല്ല വേദനയാണ്. അപ്പോൾ അതിന് രാത്രിയിൽ ഉറങ്ങുമ്പോഴത്തേക്കും ഇട്ട് കിടക്കാനായിട്ട്, നടക്കുമ്പം ഇടാൻ പാടില്ല, ഉറങ്ങുമ്പോൾ ഇട്ട് കിടക്കാനായിട്ടൊരു സാധനമാണ്. എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഞാൻ ജസ്റ്റ് കുറച്ചാൾ യൂസ് ചെയ്തപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് തോന്നി, നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്കും കൂടെ മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് കുറേ നാളും ബർത്ത്ഡേക്കല്ല, നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ കാണാത്തതുകൊണ്ട് കൊടുക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇപ്പം ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് പോകണം. ഞാനിപ്പോൾ അമ്പലത്തിൽ പോകണം കേട്ടോ. ഇവിടുത്തെ ഇന്ന് തിങ്കളാഴ്ചയുണ്ട്. ഏതൊക്കെ നല്ല ദിവസം വന്നാലും ഞാൻ വെജിറ്റേറിയൻ കഴിക്കണം. ഇന്നിപ്പോൾ റിസോർട്ടിൽ പോകുമ്പോഴും ഫുഡെല്ലാം ഞാൻ വെജ് കഴിക്കണം, ഒരു രക്ഷയില്ല. കേക്ക് ഞാൻ അവിടെ എഗ്ലെസ് കേക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചു അമ്മ വെജാണല്ലേ? സുനിത ചോദിച്ചു അമ്മ വെജല്ല, ഞാൻ വെജാണ് വിചാരിച്ചു. ഇവിടെ തൊട്ട് ഞങ്ങളുടെ ശങ്കരനാറിൽ തന്നെ ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ അമ്പലത്തിൽ പോകാൻ രാവിലെ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ ബർത്ത്ഡേ ആണ്, അമ്മയും വരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോവാം. വേറൊരു ബോയ് ഇവിടെ കുളിക്കാതെ രാവിലെ ഇരിപ്പുണ്ട്. മോർണിംഗ്. രാവിലെ കുത്തിപ്പൊക്കിയതിന്റെ പാട് എനിക്കറിയാം. ഇപ്പൊ എന്നിട്ടിരുന്ന് വാല പിടിക്കുന്ന നോക്കി. അത് കാപ്പി കുടിച്ചിങ്ങനെ ആലസ്യത്തിലിരിക്കുക. ഞാൻ കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ വെള്ളമെങ്കിലും കുടിച്ചിട്ടാണ് വീട്ടിൽ പോയിട്ട്. ശരി, ഇനി ഞാൻ പോയി കുളിക്കാനൊക്കെ നോക്കട്ടെ. സമയം ഇപ്പൊ ഇത് ഫാസ്റ്റാ. 9 ആവുന്നു. 9 8:55. കമ്മല് പോലെ അല്ലേ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അമ്പലമൊക്കെ കഴിഞ്ഞ് എപ്പോ വരുമെന്ന് അറിഞ്ഞൂടാ. ഇനി നോക്കാം. ഇത് ഞാൻ ജയ്സൽമാറിൽ നിന്ന് മേടിച്ച സിൽവർ സംഭവമാണ് കേട്ടോ. അവിടെ ഒരു സിൽവർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി. നിങ്ങൾ വീഡിയോ ജയ്സൽമാർ ആണെന്ന് പറയപ്പെടുന്നു. പറയപ്പെടുന്നോ? പിന്നെ ഒറിജിനൽ സിൽവർ ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചു. അവരെങ്ങനെയാ സിൽവർ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ച്. ഒറിജിനൽ സിൽവർ ആണ്. വീട്ടിൽ പോയി മേടിച്ചതാണ് സിൽവർ സംഭവം. നല്ല രസമായി കമ്മൽ. വള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിൽവർ വള, സിൽവർ കമ്മൽ. കേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളുടെ സുനിത കേക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കേക്ക് ശരിക്കല്ലേ? കേക്ക് ടോപ്പർ അതിന്റെ പുറത്ത് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. വളരെ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ
അതെ, നാളെ ഷുഗർ കൂടുതലായിരിക്കും. എനിക്ക് കേക്ക് തരുന്നില്ലേ? കൊടുത്തില്ലേ? എനിക്ക് കിട്ടാതെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ബ്യൂട്ടിഫുൾ വാച്ച് എന്നെ വരച്ചിരിക്കുകയായിരുന്നു. ജോപ്പാനോട് ആവശ്യമാണ്. താങ്ക് യു. കുറച്ചത് ഇങ്ങോട്ടാ കൈ ഒഴിവുണ്ട്. വാച്ച് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് വാച്ച് ഇഷ്ടം. പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കോവളത്തുള്ള ഗോകുലം ഗ്രാൻഡ് ടേർട്ടിൽ ഓൺ ദ ബീച്ച് എന്ന് പറഞ്ഞ റിസോർട്ടിലോട്ട് ചെക്ക് ഇൻ ചെയ്തു. അമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ റിസോർട്ട് വരുന്നതായിട്ടും ഇങ്ങനെ പുറത്ത് പോകുന്നതായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിരുന്നു. സാധാരണ ഞങ്ങൾ കേക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുക്കും എന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് അതൊരു സർപ്രൈസ് അല്ലായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാണ് അമ്മയുടെ ബാഗ് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. ശംഖുമാലയൊക്കെ ഇട്ടിരിക്കുക കേട്ടോ. ഇപ്പൊ ലാമിനേറ്റ് ചെയ്യണ നീ അമ്മ വെൽക്കം ചെയ്ത് ശംഖുമാലയൊക്കെ ഇടിയിച്ച് നോക്കട്ടെ. അമ്മയുടെ ശംഖുമാല മാല കിട്ടിയ അങ്ങനെ നല്ലൊരു ശംഖുമാല കിട്ടി ബീച്ചായോണ്ട്. എല്ലാ റിസോർട്ടിലും ചെയ്യുന്ന പോലെ വെൽക്കം ടു അവർ റൂം ടൂർ. ഗോകുലം ടേർട്ടിൽ ഓൺ ദ ബീച്ച് എന്നാണ് നമ്മുടെ റിസോർട്ടിന്റെ പേര്. കോവളത്താണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റൂം. 3rd ഫ്ലോറിൽ ഒരു വിശാലമായ റൂമാണ് കേട്ടോ. കേറിയ ഉടനെ ഇതാണ് ഇങ്ങനെ ഒരു കബോർഡ്, വിശാലമായ ഒരു സോഫ, നടുക്കൊരു ടേബിൾ. ഇതൊക്കെയാണ് ഈ റൂമിന്റെ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ബെഡ്. സാധാരണ അല്ലാതെ കാണുന്നതാണ് ഇവിടെ. ടി വി അവിടെ ഉണ്ട്. ടിവിയുടെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ. എന്തേ അമ്മയെ ഫോക്കസ് ചെയ്തോളൂ. അമ്മ വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ബാൽക്കണി പൊക്കോ. അപ്പൊ അതേ ഇവിടെയാണ് ബാൽക്കണി. അപ്പൊ നമുക്ക് അമ്മയുടെ പുറകെ പോകാം. നല്ല വ്യൂ. നല്ല ബാൽക്കണി, നല്ല വ്യൂ ആണ് കേട്ടോ. പാരാഗ്ലൈഡിംഗ് എന്നല്ലേ പുള്ളിയുടെ പേര്. അങ്ങ് സീ വ്യൂ ആണ് കേട്ടോ ബാൽക്കണി. നമ്മൾ ഇവിടെ സീ വ്യൂ ഉണ്ട്, ഗാർഡൻ വ്യൂ ഉണ്ട്. പൂളും കാണാം, സായിപ്പന്മാരൊക്കെ കുളിക്കുന്നത് കാണാം. അതൊന്നും എടുക്കണ്ട, അവരെ ചിലപ്പോൾ വന്ന് അടിക്കും. നമ്മുടെ സീ ഫേസിംഗ് റൂമാണ്. നല്ല വിശാലമായ ബാൽക്കണി ഉണ്ട്. പൂളുണ്ട്, പാരാഗ്ലൈഡിങ് അതൊക്കെ കാണാം. ഇത് റെസ്റ്റോറന്റ് ആണ് കേട്ടോ. 2nd ഫ്ലോറിൽ നിന്ന് ഈ കാണുന്നത് കോഫി ഷോപ്പ് അല്ല, അത് റെസ്റ്റോറന്റ് ആണ്. പൂളിന്റെ അവിടെയാണ് റെസ്റ്റോറന്റ് താഴെയാണ്. ഇത് 2nd ഫ്ലോറിലാണ് റെസ്റ്റോറന്റ്. 3rd ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. 3rd ഫ്ലോറിൽ നിന്ന് നമ്മളിപ്പോ ഇരുന്ന സ്ഥലം അല്ല, അത് കോഫി ഷോപ്പാണ്. ശരി. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം രാവിലെ വേണമെങ്കിൽ, അല്ലെങ്കിൽ 4 മണിക്ക് പക്ഷേ കുറച്ച് ചായ സ്നാക്സ് 2nd ഫ്ലോറിൽ ചെന്നാൽ ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ല, ബർത്ത്ഡേക്ക് ഒരു സ്റ്റേ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിളും 2 ചെയറുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒരുപാടുണ്ട്. എവിടെ വേണേലും ഇരുന്നുള്ള. ഇവിടെ എന്താ? ഇവിടെ കണ്ണാടി. ഇവിടെ വാഷ്റൂം നല്ല വലുതാണ്. ബാത്റൂം സൈഡിൽ ടോയ്ലറ്റ്, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ. ഇത്രേ ഉള്ളൂ. നമ്മുടെ റൂം ടൂർ ഫിനിഷ്ഡ്. സൂപ്പ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്യണം ബർത്ത്ഡേ ലഞ്ച്. മഞ്ചോ സൂപ്പാണ് ഇവർ കുടിക്കുന്നത്. അപ്പം വെജ് മഞ്ചോ സൂപ്പ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തില്ല. നിങ്ങളുടെ ഫുഡ് എത്തി. ഞാൻ നൂഡിൽസ് ആൻഡ് ചില്ലി ഗോബി ഡ്രൈ ഓർഡർ ചെയ്തു. അമ്മയല്ലേ ചോറ് ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് ചോറ്, മീൻ പൊള്ളിച്ചത്, പുളിശ്ശേരി, പപ്പടം. എൻ്റെ ഒന്നും വന്നിട്ടില്ല. ഇത് മുരളിയേട്ടൻ്റെ. മുരളിയേട്ടൻ എന്താണ് പറഞ്ഞത്? ചിക്കൻ ഹണ്ടി വിത്ത് റൊട്ടി. അമ്മയുടെ മീൻ പൊള്ളിച്ച വന്നില്ലല്ലോ. മീൻ പൊള്ളിച്ച വന്നിട്ടില്ലല്ലോ. വരുന്നുണ്ട്.
എൻ്റെ സോസ് തരണം കേട്ടോ. ഡെസേർട്ട് ഞങ്ങൾ റൂമിലോട്ട് സെർവ് ചെയ്യാൻ പറഞ്ഞേ. മീ ക്യാരറ്റ് ഹൽവ വിത്ത് ഐസ്ക്രീം, ഹാവിങ് ഫ്രൂട്ട് സലാഡ്. അത് മൈക്രോവേവിലൊക്കെ തണുപ്പ് മാറ്റി ചൂടാക്കി കൊണ്ടുവന്ന ഫ്രൂട്ട് സലാഡ്. ഉള്ളിയുടെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാനൊന്ന് തൽക്കാലം അങ്ങോട്ടൊക്കെ മാറിയപ്പോൾ എൻ്റെ ക്യാരറ്റ് ഹൽവയ്ക്കകത്തോട്ട് അമ്മയും കൈയിട്ടു, ഉള്ളിയേട്ടനും കൈയിട്ടു. ഒരു മിനിറ്റ് സാധനത്തിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 2 കോഫിയും ഒരു ടീ സ്ട്രോങ് വേണേ. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എത്തിയേക്കുകയാണ്. ഒരു ഗംഭീരമായ ലഞ്ച് കഴിഞ്ഞ് ഉറങ്ങി. ഞാനും ഉറങ്ങി, അമ്മയും ഉറങ്ങി, ഉള്ളിയേട്ടനും ഉറങ്ങിയെന്ന് തോന്നുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഉള്ളിയേട്ടൻ TV ഒക്കെ കണ്ട് കിടന്നു. ഞങ്ങൾ ബീച്ചിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഈവനിങ് ടീ വിത്ത് സ്നാക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചെല്ല്. അമ്മ ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്ങിന് പോവാണ്. ഒറ്റയ്ക്ക് സ്പീഡ് ബോട്ടിങ്ങിന് പോവാണ്. അമ്മ ഒരു തംസപ്പ് ഒക്കെ കാണിച്ചിട്ട് പോകൂ. ഏത് ബോട്ടാ? അമ്മയ്ക്ക് സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂബ ഡൈവിങ്ങിന് വിടാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സ്പീഡ് ബോട്ടിങ് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു സ്പീഡ് ബോട്ടിങ്ങിന് പോട്ടെ. അപ്പോൾ ഓക്കെ, സ്പീഡ് ബോട്ടിങ്ങിന് വിടാമെന്ന് പറഞ്ഞു. അമ്മ അതേ സ്പീഡ് ബോട്ടിങ്ങിന് കയറുവാണ് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ വിഷുകളൊക്കെ സാധിക്കുകയാണ്. അയ്യോ വെള്ളം. അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നതെന്നറിയോ? ബോട്ട് ബുക്ക് ചെയ്യാൻ വന്ന ചേട്ടൻ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന്. ആരാണ് അതിൻ്റെ അമ്മച്ചി? അയ്യോ, ബോട്ടിലോട്ട് കയറാൻ ശ്രമിക്കുക. ചേട്ടനോട് പിടിക്കാൻ പറയണോ? ചേട്ടനോടങ്ങ് പിടിച്ചോ അമ്മേ. അവർക്ക് പിടിക്കാനൊരു മടിയാ. പിടിച്ചോ. അമ്മ അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരു സ്പീഡ് ബോട്ട് യാത്ര നടത്തുകയാണ് അമ്മയുടെ ആഗ്രഹപ്രകാരം. ഞാൻ തന്നെ പിടിച്ചു. അമ്മ ഞാൻ വിചാരിച്ചില്ലേ സ്പീഡ് ബോട്ടിലാണ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പോലെ സ്ലോ ബോട്ടിലാണ് പോകണം. അമ്മ സ്ലോ ബോട്ടല്ല. അപ്പം പറഞ്ഞു അല്ലല്ല സ്പീഡ് ബോട്ടാണ്. അപ്പം ഞങ്ങൾക്കാർക്ക് സ്പീഡ് ബോട്ടിൽ പോകാനുള്ള ധൈര്യമില്ല കേട്ടോ. ഞങ്ങൾ പേടിച്ചിട്ടാണ് പോകാത്തത്. നല്ല രസമാണ്. ഇപ്പം വെയിലും ഇല്ല, സൺ സെറ്റ് ചെയ്യാറായോണ്ട് നല്ല എന്താ പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം. ലീല ഹോട്ടലിന്റെ നേരെ മതിയെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് കേട്ടോ. സ്ലോയിൽ വരാൻ പറഞ്ഞു. സ്ലോയിൽ വന്ന് സ്ലോയിൽ പോയി ഈ എടുത്തൊക്കെ ചാടുമ്പോഴേ പോണണ്ട പോണോന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാ. ശവനായി പറഞ്ഞു. എന്തയാളുടെ പേരെന്താ? ഓക്കെ ശരി. സ്ഥലം ഇവിടത്തല്ലോ. ശരി. ഫസ്റ്റ് ആളാണ് പാരാഗ്ലൈഡിങ്ങിന് പോണെന്ന് പറഞ്ഞു. ഇത് തന്നെ അതെ പേടിച്ച് പകുതി. അതെ അടാ ഇമാം തന്നെ പറഞ്ഞു പവനായി ശവമായി പറഞ്ഞ് തിരിച്ചു വന്നാല് പേടിച്ച്. എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ. എക്സ്പീരിയൻസ് ആ കടലിൽ നമ്മള്
നമ്മൾ ആ ബോട്ടിൽ കയറി നമ്മൾ മാത്രമേ ഉള്ളൂ കടയിൽ, പിന്നെ ആ ഒരു ബോട്ട് ഡ്രൈവറും ഉണ്ട്. ശരിക്കും ചുറ്റിട്ട് നോക്കുമ്പോൾ വെള്ളം മാത്രം, ഉള്ളിൽ പേടിയുണ്ട്. ഞാൻ പോയാലും ഉണ്ട് ക്യാമറ പോകല്ലേ. അമ്മ പറഞ്ഞല്ലേ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കടലിന്റെ നടുക്ക് നിൽക്കുന്നത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. ചുറ്റിനുള്ള വെള്ളം മാത്രം, അതും കടല്. ഇങ്ങനെ ഉള്ളിലൊരു പേടിയുണ്ട്, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്നാൽ തിരമാലയോട് ഇങ്ങനെ എന്താ പറയാ, വേവ്സിന്റെ ഇതനുസരിച്ച് പോകുമ്പോഴാണ് ഒരു പേടി. ഇപ്പൊ വന്നപ്പോ ഒന്നുകൂടെ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു ധൈര്യം അമ്മ നിർത്തിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇനി ഒന്നുകൂടെ പോവാന്ന് തോന്നുന്നു. അല്ല, ഇവിടെ ഇത്രയും ദൂരമൊന്നും കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴേ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് പേടി തോന്നും. ഇപ്പൊ അമ്മ നോക്കിയപ്പോ അമ്മയുടെ ഫോണില് ആദ്യം ഫോട്ടോസ് അപ്പിയപ്പോ കാണുന്നില്ലേ, പുള്ളി ഫോട്ടോ എടുത്തു കൊടുത്തായിരുന്നു. ഇപ്പൊ എന്നിട്ട് അമ്മ പുള്ളിയോട് പറയാം എന്നാ നമുക്ക് ഒന്നുകൂടെ പോവാം. ഇപ്പൊ എന്നിട്ട് ഫോട്ടോ കിട്ടിയേ, ഇപ്പൊ അമ്മയ്ക്ക് അപ്പൊ ധൈര്യം വന്നു. തിരിച്ചു വന്നപ്പോ എന്നാ ഇനി ഒന്നുകൂടെ പോവാം ഞാൻ പുള്ളിയോട് പറയുന്നു. ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. അമ്മയും മുല്ലേട്ടന് ലിഫ്റ്റിൽ വരുന്നേ ഉള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും മിക്കവാറും. രാത്രിയിൽ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ റൂമിലെ ബാൽക്കണിയിൽ ഇങ്ങനെ കടലിൻ്റെ തിരമാലയുടെ ഒച്ചയൊക്കെ ഇട്ട്, നല്ല രസമല്ലേ ആ ഒച്ചയൊക്കെ ഇട്ടിരിക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ രാത്രിയിൽ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് റൂമിലോട്ട് ഓർഡർ ചെയ്യായിരുന്നു. അമ്മയ്ക്ക് ചില്ലി ചിക്കനൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അത് റൂമിലോട്ട് ഓർഡർ ചെയ്യായിരുന്നേ. ഞാനും മുല്ലേട്ടനും പിന്നെ രാത്രിയിൽ ആഹാരം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. ഉച്ചയ്ക്കും 4 മണിക്കൊക്കെ നല്ല ഭേഷായിട്ട് കഴിച്ചല്ലോ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിലാണ് പ്രതീക്ഷ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നേക്കാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടുത്തെ സ്റ്റാഫൊക്കെ എൻ്റെ നോക്കി ചിരിക്കുന്നു. അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ തീരാറായി ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. നമ്മളിപ്പം ഒരു അരമണിക്കൂറിനാണ് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അമ്മയുടെ തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ബർത്ത്ഡേ? നല്ല ബർത്ത്ഡേ ആയിരുന്നു. മക്കള് ഒരു സർപ്രൈസായിട്ടാണ് ഇത്രയൊക്കെ ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ, ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എഴുതി വെച്ച ഡയലോഗൊക്കെ പോലെ, പറഞ്ഞു പഠിപ്പിച്ചൊക്കെ പോലെ പറയുന്നത്. എഴുതി വെച്ചല്ല, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അങ്ങ് പറയുക. അത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, മനസ്സിലെഴുതി വെച്ച കാര്യം അങ്ങ് പറയുക. അതൊരു ശരിക്കും എനിക്കൊരു അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ബർത്ത്ഡേ? അത് ശരി, ഓക്കെ. അപ്പം ഇനിയും ബർത്ത്ഡേ വ്ളോഗ് നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ നാളെ രാവിലെ തിരിച്ചങ്ങ് പോകും. പ്രാവശ്യം ആദ്യമായി വന്ദേ ഭാരതിൽ പോവുകയാണ്. വന്ദേ ഭാരതിൽ യാത്ര. ഇതേവരെ വന്ദേ ഭാരതിൽ പോയിട്ടില്ല. എപ്പോഴും വണ്ടിയിൽ വരുന്ന കാരണം, കാറിലല്ലേ വരുന്നത്. പ്രാവശ്യം ഇങ്ങോട്ട് മറ്റേ എല്ലാവരും കൂടെ പറഞ്ഞല്ലോ, മറ്റേ ബസ്സിൽ, മിനി ബസ്സിൽ വന്ന കാരണം തിരിച്ച് വന്ദേ ഭാരതിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വീഡിയോ നിർത്താം. ബായ് പറഞ്ഞോളൂ. ബായ്.